ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് ഗായ്സ്, മെയ് 23. ബർത്ത്ഡേ വ്ളോഗ് ഒന്നുമല്ല, ബർത്ത്ഡേയുടെ ദിവസം, അതായത് എൻ്റെ പിറന്നാളിൻ്റെ ദിവസം എടുക്കുന്ന ചെറിയ ചെറിയ ക്ലിപ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിങ്ങനെ ഈ കുടുംബിയുടെ കൂട്ട് തലയൊക്കെ കെട്ടിവെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുളിച്ചിട്ട് ഇറങ്ങിയുള്ളൂ. അപ്പം ഞാനാണെങ്കിൽ ഇങ്ങനെ വെക്കുവാണെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും വെള്ളം വലിഞ്ഞ് ഡ്രൈ ആയിട്ടിരിക്കും. ഇവിടെ ഇല്ലാത്ത മൃഗങ്ങളില്ല. ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഇവിടെ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ കാക്കയായി, പൂച്ചയായി, ഇതുപോലെ കൊതുകുകളായി. മടുത്ത്. ഒരു സെഷൻ ഞാൻ ഓടിച്ചു വിട്ടിട്ട് വന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെയും തുടങ്ങി. എന്ത് ചെയ്യാനാ, കേരളത്തിലായി പോയില്ലേ. ഓക്കെ, അതൊക്കെ വിട്, അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കണേ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സാധനം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം കേട്ടോ. അത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്, ഒത്തിരി നാൾ മുന്നേ മേടിച്ച കേട്ടോ. അപ്പം നല്ല യൂസ്ഫുള്ളാണിത്. ഓക്കെ, ഞാൻ എന്തോ പറയാൻ വന്നത്, പക്ഷെ മറന്നുപോയി. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. കാക്കേനെ കൊണ്ട് സാരമില്ല, പോട്ടെ. കുറച്ച് ദിവസമായിട്ട് ഇവിടെ വലിയ രീതിയിലുള്ള മഴയൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ ഓർത്തു ഇനിയിപ്പം എന്ന് മഴ പെയ്യാനായിരിക്കുമെന്ന്. അപ്പോൾ അതേ ഇന്ന് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല മഴ കഴിഞ്ഞ സമയമാട്ടോ. മഴയത്ത് വീഡിയോ എടുത്തില്ല, ബിക്കോസ് ഭയങ്കര ഇടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊരു കോള് കയറി വന്നതാണ്, കട്ടായിപ്പോയതേ. അപ്പോൾ മഴയത്ത് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. മഴ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പൊക്കെ ആയിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എന്താ, അങ്ങനെ എൻ്റെ ബർത്ത്ഡേയുടെ ദിവസം ഇങ്ങനെ അവസാനിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം എന്താ പറയുക, ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ദിവസം. അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടമുള്ള ഒരു ദിവസമായിരിക്കുമല്ലോ നമ്മൾ ജനിച്ച ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കും എൻ്റെ ദിവസം ഭയങ്കര ഇഷ്ടമാണ്. ഈ ദിവസം അങ്ങനെ ആ ഒരു ദിവസം കൂടി കടന്നുപോയി. ഇനി അടുത്ത വർഷം അടുത്ത ഒരു ബർത്ത്ഡേ ദിവസമൊക്കെ ആയിട്ട് വരാം. ഓക്കെ, ബർത്ത്ഡേ ഒക്കെ ഞങ്ങൾ പണ്ടൊന്നും ബർത്ത്ഡേ അങ്ങനെ ആഘോഷിക്കുക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പണ്ടെന്ന് വെച്ചാൽ ചെറുപ്പത്തിലെ അങ്ങനെ ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഞാൻ പുറത്തേക്ക് പഠിക്കാൻ പോയ സമയത്തൊക്കെ, അപ്പോൾ അവിടെയൊക്കെ വെച്ചിട്ടും ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അങ്ങനെയൊക്കെ നമ്മൾ കേക്ക് മുറിക്കും, ഗിഫ്റ്റ് അങ്ങനെ തരും. അതൊക്കെ ആണ് നോർമലി നടക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ. എനിക്കങ്ങനെ വലിയ രീതിയിൽ ബർത്ത്ഡേ ആഘോഷിക്കാനൊന്നും താല്പര്യമില്ലാത്ത വ്യക്തിയാണ്. ഒരു ഇൻട്രോവേർട്ട് എന്നൊക്കെ പറയാം. ഇങ്ങനെ ക്രൗഡഡ് ആയിട്ടുള്ളിടത്തൊന്നും പോയി നിന്ന് എന്താ പറയുക, അതൊന്നും എനിക്ക് താല്പര്യമില്ല അതൊന്നും. അപ്പം ഒബിയസ്ലി കേക്ക് മുറിക്കും നോർമലി. ഇപ്പം എല്ലാ വർഷവും കേക്ക് മുറിക്കാറുണ്ട്. സോ കേക്ക് മുറിക്കും, അല്ലാതെ ഗിഫ്റ്റ് കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ അല്ലാതെ വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത സാധാരണ ഒരു ദിവസം പോലെ. പക്ഷേ എന്താ പറയുക, നമ്മുടെ ബർത്ത്ഡേയുടെ ദിവസം നമ്മളെ ഇഷ്ടപ്പെടുന്നവർ, നമ്മളെ അറിയുന്നവർ, നമ്മുടെ ഫ്രണ്ട്സ്, ഫാമിലി, കസിൻസ്, അവരൊക്കെ നമ്മുടെ ഫോട്ടോ സ്റ്റാറ്റസ് ആക്കി ഇടുമ്പോഴൊക്കെ അതൊക്കെ ലൈഫിൽ അല്ലെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യം കിട്ടുന്ന ഒരു ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. എനിക്കത് ഭയങ്കര ഇഷ്ടം കേട്ടോ. നമ്മളെ തന്നെയായിട്ടുള്ളൊരു സ്പെഷ്യൽ മൂമെൻറ്റ് എന്ന് പറഞ്ഞാൽ ബർത്ത്ഡേ ആണല്ലോ, നമ്മുടെ തന്നെയായിട്ടുള്ളത്. അപ്പം അത് എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെയൊക്കെ എനിക്കിഷ്ടം, അങ്ങനെ ചെയ്യുന്നതൊക്കെ എനിക്കിഷ്ടം. എനിക്ക് അങ്ങനെ ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഇന്നത്തെ ബർത്ത്ഡേ ഇവിടെ ദിവസം അവസാനിച്ചു. ഓക്കെ, കുറച്ച് പ്രഹസനം അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ചായൻ രാത്രിയായപ്പോഴത്തേക്കും കേക്കൊക്കെ ആയിട്ട് വന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ കേക്ക് മതി. അപ്പം ആൾ സമ്മതിച്ചില്ല. കേക്ക് എന്താണെങ്കിലും മുറിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അങ്ങനെ കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മുറിച്ച് ഷെയർ ചെയ്ത് കഴിച്ചു. വീട്ടിൽ പോകാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ ഒരു കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ
പോകേണ്ട ആവശ്യമില്ലല്ലോ, വെറുതെ പൈസ മുടക്കി പെട്രോൾ അടിച്ച് നമ്മൾ പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ തന്നെ പറഞ്ഞത് നമുക്കിവിടെ തന്നെ മുറിക്കാം എന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കേക്ക് മുറിച്ച് കഴിച്ചു. അങ്ങനെ ഇന്നത്തെ എൻ്റെ ബർത്ത്ഡേ അവിടെ സമാപിച്ചിരിക്കുന്നു. ഞാൻ നെക്സ്റ്റ് ഡേ കേട്ടോ. നെക്സ്റ്റ് ഡേയിൽ ഞങ്ങൾ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിന്ന് കാണിക്കുന്ന പ്രഹസനങ്ങളാണിതൊക്കെ. ആൾക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ആളങ്ങനെ വീഡിയോയിൽ ചെറുതായിട്ട് മുഖം ഞാൻ അറിയാതെ എടുക്കണത് കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ആൾ ചെറുതായിട്ടൊന്ന് ദേഷ്യപ്പെട്ടു. പിന്നെ ഞാൻ ആ വഴിക്ക് പോയില്ല. ആൻഡ് ദേഷ്യപ്പെട്ടെന്ന് വെച്ചാൽ അങ്ങനെയല്ല, വീഡിയോയിൽ വരാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ കണ്ടോ, മുഖഭാവം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വേഗം കാറിലേക്ക് ഓടിക്കയറി എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ പള്ളിയിലേക്ക് പോയി. പള്ളി 10 മണിക്കായിരുന്നു കുർബാന. അപ്പോൾ ഞങ്ങൾ 9:30 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇറങ്ങി നമ്മൾ പള്ളിയിലെത്തി. അങ്ങനെ കുർബാനയ്ക്ക് കയറി. ഞായറാഴ്ച പതിവായിട്ട് നമ്മൾ മുടങ്ങാതെ ചെയ്യുന്നൊരു കാര്യം. ബാക്കി ഒരു ദിവസം പോയില്ലെങ്കിലും ഞായറാഴ്ച നമ്മൾ പോകും. ഇന്ന് പന്തക്കൊസ്താ തിരുനാളും കൂടിയാണ്. എല്ലാവർക്കും പന്തക്കൊസ്താ തിരുനാൾ ആശംസകൾ നേരുന്നു. അങ്ങനെ നമ്മുടെ ഉയർപ്പ് കാലം കഴിഞ്ഞു. ആൻഡ് ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല ബ്ലോക്കായിരുന്നു. കാരണം 8:30 ഒരു കുർബാന ഉണ്ടായിരുന്നു. ആ 8:30 കുർബാന 9:30 9:45 ആകുമ്പോഴത്തേക്കോ കഴിയത്തുള്ളൂ. അപ്പം കഴിയുമ്പം ആൾക്കാർ ഇറങ്ങി വരുന്ന ബ്ലോക്കും 10 മണിക്കത്തെ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് പോകാനായിട്ട് ആൾക്കാർ കയറുന്ന ബ്ലോക്കും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ ഒരു ബ്ലോക്കായിട്ട് കിടക്കുന്നതായിരുന്നു ഇന്നത്തെ ദിവസം. മീൻസ് ഞായറാഴ്ച പള്ളിയിലേക്ക് പോകുന്ന ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പം എന്താ പറയുക, അങ്ങനെ കുർബാനയൊക്കെ കൂടാനായിട്ട് നമ്മൾ വന്നു. ഞായറാഴ്ച കുർബാന കൂടുന്നത് എനിക്ക് ഭയങ്കര നല്ല മൈൻഡ് ശാന്തി കിട്ടും. മീൻസ് മൈൻഡ് പീസായിട്ട് സമാധാനമായിട്ട് കിട്ടുന്നൊരു ഇതാട്ടോ ഞായറാഴ്ചത്തെ കുർബാന എന്ന് പറഞ്ഞാൽ. അത് ഇടയ്ക്കൊക്കെ മുടങ്ങി പോകാറുണ്ട്. അപ്പം ഞാനതിൽ എന്താ പറയുക, ദൈവത്തിനോട് സോറി ചോദിക്കുന്നു, മുടങ്ങാതെ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പം അങ്ങനെ നമ്മൾ പള്ളിയിലേക്ക് കയറാനുള്ള തത്രപ്പാടിലാണ്. കണ്ടോ, നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ അവിടെ. പക്ഷേ ആൾക്കാർ ഇറങ്ങുന്നത് കൊണ്ട് നമുക്ക് വണ്ടി ഇടാനുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. വലിയൊരു ഗ്രൗണ്ട് പോലെയാണ്. അപ്പം വണ്ടി ഇടാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ പള്ളിയിലേക്ക് പോയി. പള്ളി കഴിഞ്ഞു. ബാക്കിയൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. പള്ളി കഴിഞ്ഞിറങ്ങി ഞങ്ങൾക്കൊരു മരിച്ച അടക്ക് ഉണ്ടായിരുന്നു. അടക്ക് ഉച്ച കഴിഞ്ഞിട്ടായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് പോയി ഒന്ന് കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോന്നു. പോയപ്പോഴും പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴും തിരിച്ച് വീട്ടിൽ കയറുന്നോടം വരെ നല്ല മഴയായിരുന്നു കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കുറവായിട്ടുണ്ടെന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഭാഗമായിട്ടോ കാണുന്നേ. മഴയുണ്ടായിരുന്നു, അത്യാവശ്യത്തിന് നല്ല മഴയുണ്ടായിരുന്നു. ആൻഡ് വേറെ ഇപ്പം എന്താ, അവിടെയൊക്കെ മഴയുണ്ടോ? നിങ്ങളുടെ നാട്ടിലും നിങ്ങൾ എന്താ പറയുക, സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തൊക്കെ മഴയുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. ആൻഡ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഒത്തിരി വലിയ കണ്ടൻറ്റോട് കൂടിയുള്ള വീഡിയോ ഒന്നും എനിക്കിപ്പോൾ ഇടാനായിട്ട് പറ്റാറില്ല, സമയം കിട്ടാറില്ല. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴോ ഇങ്ങനെ സൺഡേ ഒക്കെ ആവും, അങ്ങനത്തെ സമയത്തൊക്കെയാണ് നമ്മൾ നോർമലായിട്ട് വീഡിയോ ഇടാറുള്ളൂ. മീൻസ് എവിടെയെങ്കിലുമൊക്കെ പോകാറുള്ളൂ. അപ്പോൾ അമ്മച്ചി എന്നെ അവിടെ നിന്ന് വിളിച്ചിട്ട് മാങ്ങാപ്പഴം തന്നു. അപ്പം ഞാനത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ചെത്തി കഴിക്കാം. അപ്പോൾ എന്നോട് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ 5 മിനിറ്റും 6 മിനിറ്റും ഒക്കെ ഉള്ള വീഡിയോ ആയിട്ടോ സാധാരണ ഇടുന്നത്. അത്രയുമുള്ള സമയമേ കിട്ടാറുള്ളൂ. അപ്പോൾ എന്നോട് ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, സമയം മീൻസ് 15 മിനിറ്റെങ്കിലും വേണം, ഇടാമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്താ പറയുക, സമയമില്ലാത്തതുകൊണ്ടാണ്. ഇപ്പം ഏകദേശം 2 ദിവസത്തെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇതിട്ടേക്കുന്നത്. അപ്പോൾ ഏകദേശം ലെങ്ത് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. മീൻസ് പഴയതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി സമയം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ സമയം കിട്ടുന്നതനുസരിച്ച് അതുപോലെ കണ്ടിന്യൂസ് മീൻസ് 15 മിനിറ്റൊക്കെ നോക്കിയിട്ട് ഞാൻ വീഡിയോ ഒക്കെ ഇടാം കേട്ടോ. പിന്നെ സൗണ്ട് കുറവാണെന്നും പറഞ്ഞിട്ട് ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സൗണ്ട് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്കത് സൗണ്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതാണെന്ന് സൗണ്ട് കുറഞ്ഞ് കേട്ടത്. ആൻഡ്
എനിക്ക് അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സൗണ്ട് ഉണ്ട്, പക്ഷെ ഞാൻ സൗണ്ടിൽ സംസാരിക്കുമ്പോൾ എനിക്കത് ഫീൽ ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾ കാണുന്നവരാണല്ലോ അത് മീൻസ് നിങ്ങൾക്കാണല്ലോ അറിയത്തുള്ളൂ സൗണ്ട് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ എന്തായാലും കമൻറ്റൊക്കെ ഇതുപോലെ ഇടുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് താങ്ക്സ്. ഇനിയും നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ട് വന്നു. ഒരു മരിച്ച അടക്കമുണ്ടായിരുന്നു, അടക്കിന് പോയില്ല, അവിടെ പോയിട്ട് കാണാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് പോയിട്ട് ഇപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ. അപ്പം ഇനി എന്തെങ്കിലും കഴിക്കണം. ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് ക്ലീനിങ് പരിപാടികളുണ്ട്. നമ്മൾ മുറ്റം വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പം രാവിലെ തൊട്ട് നല്ല മഴയാണ്. ഇപ്പം ചെറുതായിട്ടൊന്ന് തോർന്നിട്ടുണ്ട്. ഇപ്പം ഇറങ്ങുമ്പോഴേക്കും എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, എന്നാലും മഴ തൂളുന്നുമുണ്ട്. അല്ലാതെ വീടിൻ്റെ പുറകുവശവും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആൻഡ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.